അസ്സലാമലൈക്കും. 5 വർഷമായിട്ട് എൻ്റെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ വേറൊരു മാർഗ്ഗം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ചെറിയ 3 മക്കളാണ്. എൻ്റെ കുഞ്ഞിന് 1.5 വയസ്സായിട്ടുള്ളതിന്. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനും തുടർ ചികിത്സയ്ക്കും 30 ലക്ഷം രൂപയോളം വേണമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തിട്ട് എല്ലാം കൊണ്ടുവന്നത് ഞങ്ങളുടെ ഇക്കയാണ്. ഇപ്പം എൻ്റെ ഇക്കയ്ക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം, അത് എത്ര ചെറുതാണെങ്കിൽ പോലും എൻ്റെ കുടുംബത്തിന് അത് വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കഴിയുന്ന സഹായം ഞങ്ങൾക്ക് ചെയ്യണം. എൻ്റെ കുട്ടികൾക്ക് എന്നും അവരുടെ കൂടെ അവരുടെ വാപ്പി ഉണ്ടാവണം. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ എൻ്റെ ഇക്കയെ നോക്കും. പക്ഷേ എൻ്റെ ഇക്കയില്ലാണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയിലും ഞങ്ങളെ സഹായിക്കണം. കുഞ്ഞു 3 മക്കളാണ് ഞങ്ങൾക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോൻ്റെ മുന്നിൽ ഞങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ഞങ്ങളെല്ലാവരും നിങ്ങളെ സഹായിക്കണം. ഞാനൊരു കിഡ്നി പേഷ്യൻ്റാണ്. ഞാൻ കുറേ നാളായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എൻ്റെ 3 മക്കളെ ഭാവി ഓർത്ത് എല്ലാവരും എന്നെ സഹായിക്കണം. അസ്സലാമലൈക്കും, നമസ്കാരം. ഷജീർ പഴയന്നൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ മരട് മുനിസിപ്പാലിറ്റിയിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഷമീർ ഖാൻ്റെ ഒരു വിഷയമായിട്ടാണ് ഞാനെന്നല്ല ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഇവിടെയൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഷമീർ ഖാക്ക് 13 വർഷമായിട്ട് കിഡ്നി പ്രോബ്ലമാണ്. 2014 കിഡ്നി ഒരു പ്രാവശ്യം മാറ്റിവെച്ചതാണ്. ഇപ്പോൾ മാറ്റിവെച്ച കിഡ്നി വീണ്ടും തകരാറായിട്ട് ഇപ്പോൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ എബി എബ്രഹാം എന്ന് പറയുന്ന ഡോക്ടറെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കണം എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. സർജറിക്ക് മാത്രം 15 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത്. ഷമീർ ഖാക്ക് ഭാര്യയും 3 മക്കളാണ്. 2 പെൺകുട്ടികളാണ്. അതേപോലെ 1.5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ആൺകുട്ടിയാണ്. ഇപ്പോൾ സർജറിക്കും തുടർ ചികിത്സയ്ക്കും ഡോണർ പുറമേ നിന്നാണ്. സർജറിക്കും തുടർ ചികിത്സയ്ക്കുമായിട്ട് ഏകദേശം 30 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വരുന്നുണ്ട്. ഈ കുടുംബത്തിന് വേറെ ഒരു മാർഗവും ഇല്ലാത്ത കാരണം കൊണ്ടാണ് നല്ലവരായ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ കൈ നീട്ടണ്. കാരണം ഇതുവരെയുള്ള ഈ 13 വർഷകാലമായിട്ടുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ ഈ നാട്ടുകാരുടെയും അതേപോലെ തന്നെ ഷമീർ ഖാൻ്റെ കൂട്ടുകാരുടെ ഒക്കെ സഹായം കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. എന്തെങ്കിലും തരത്തിലൊരു നിവൃത്തി ഉണ്ടെങ്കിൽ ആരുടെ മുമ്പിലും വന്ന് കൈ നീട്ടുന്ന ഒരു കുടുംബമോ കാര്യങ്ങളോ ഒന്നുമല്ല. അസ്സലാമു അലൈക്കും. ഞാൻ നെട്ടൂർ മഹല്ല് മുസ്ലിം ജമാഅത്ത് ട്രഷററാണ്. ഞാൻ ഇദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് അറിയുന്നതാണ്. ഇദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് വന്നതിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇദ്ദേഹത്തെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെട്ടൂർ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അതുപോലെ തന്നെ യൂത്ത് വിങ് സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റ് കൂടിയാണ്. എൻ്റെ യൂണിറ്റിലെ ഒരു അംഗം കൂടിയാണ് ഈ ഷമീർ എന്ന് പറയുന്ന വ്യക്തി. ഞങ്ങൾക്ക് ഒരുപാട് കാലങ്ങളായിട്ട് അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. വളരെയേറെ ചികിത്സയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, സാമ്പത്തികം കണ്ടെത്തുന്നതിന് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും അദ്ദേഹത്തിന് സഹായിക്കാനുള്ളൊരു സന്മനസ്സുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ 29ാം ഡിവിഷനിലെ കൗൺസിലറാണ്. എൻ്റെ ഡിവിഷനിൽ താമസിക്കുന്ന ഷമീർ കിഡ്നി പേഷ്യൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം നിലനിർന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഈ ചികിത്സാ സഹായത്തിൽ എല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മരട് മുനിസിപ്പാലിറ്റി 26ാം ഡിവിഷൻ കൗൺസിലറാണ്. റിയാസ് കെ മുഹമ്മദ് എന്നാണ് പേര്. 28ാമത്തെ വയസ്സിൽ ഒരു കിഡ്നി മാറ്റിവെച്ച് ഇപ്പോൾ 2ാമതൊരു കിഡ്നി കൂടി മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിൽ 3 ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെയും ബാപ്പായും ഉമ്മായും അടങ്ങുന്ന ഒരു കുടുംബത്തെ ഇപ്പോൾ പോറ്റി നിൽക്കുന്ന ഷമീറിന് നിങ്ങൾക്ക് ആവുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. അസ്സലാമലൈക്കും. ഷമീർ എൻ്റെ സുഹൃത്താണ്. വർഷങ്ങളായിട്ട് എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. എൻ്റെ കടകളിൽ പോലും ഗ്യാസ് സ്റ്റൗ സർവീസിനൊക്കെ വേണ്ടി വന്ന് ചെയ്തിരുന്ന ആളാണ്. ആ ഒരാൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് നമുക്ക് വളരെയധികം മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ്. ഈ പ്രത്യേകിച്ച് ഈ കുഞ്ഞു മക്കളെ കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം. ഈ പ്രായത്തിലുള്ള മക്കൾ നമുക്കും ഉണ്ട്. എല്ലാവരും കഴിയാവുന്ന സഹായം ഷമീറിന് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഷമീർ ഖാക്ക് ഇവിടെ അടുത്ത് തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ റിപ്പയറിങ്ങിൻ്റെ വർക്കായിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഈ കുടുംബത്തിൽ ഷമീർ ഖാൻ്റെ വൈഫിൻ്റെ അക്കൗണ്ട് നമ്പറും ഇവരുടെ ഗൂഗിൾ പേയും ഫോൺ പേയുടെ ഒക്കെ നമ്പർ കൊടുക്കുന്നുണ്ട്. നല്ലവരായ പ്രവാസികളുടെ മുമ്പിൽ ഈ 3 മക്കൾക്ക് ഇവരുടെ ഉപ്പാനെ തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നല്ലവരായ പ്രവാസികളാണെങ്കിലും ഈ ലോകത്തുള്ള മുഴുവൻ മലയാളികളുടെ മുമ്പിൽ ഈ മക്കൾക്ക് വേണ്ടി, ഷമീർ ഖാക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഇങ്ങടൊക്കെ മുമ്പിൽ കൈ നീട്ടുകയാണ്. ഈ വീഡിയോ ആരും തട്ടി മാറ്റി കളയരുത്. നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് 1 രൂപയാണെങ്കിൽ പോലും ഈ കുടുംബത്തിന് അയച്ചു കൊടുത്ത് ഈ പഴയ ജീവിതത്തിലേക്ക് ഷമീർ ഖാനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
എല്ലാവരും ഈ കുടുംബത്തിനെ ഏറ്റെടുക്കണം. നിങ്ങൾ ചേർത്ത് പിടിച്ചാൽ മാത്രമാണ് ഈ മക്കൾക്ക് ഇവരുടെ വാപ്പാനെ തിരിച്ചു കിട്ടുള്ളൂ. ഒരു മാർഗ്ഗവും ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് വരേണ്ടി വന്നത്. എല്ലാവരും സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.